ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്ററേച്ചർ ചോയ്സ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. സോ ലിറ്ററേച്ചർ ചോയ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. First question, who according to Dr. Johnson is the father of English criticism? John Dryden. Next question, who defined criticism as a disinterested endeavor to learn and propagate the best that is known and thought in the world? Matthew Arnold. Next question, Poetics was written by Aristotle. Next question, what is Aristotle's Greek term for imitation? മിമിസിസ്. ഈ മിമിസിസ് പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിലും അരിസ്റ്റോട്ടിൽ പോയറ്റിക്സിലാണ് മിമിസിസ് മീൻസ് ഇമിറ്റേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ കോയിൻഡ് ദ ഫ്രേസ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്? മാർട്ടിൻ എസ്ലിൻ. അപ്പോൾ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിലും ആൽബർട്ട് കേമ്യൂ തൻ്റെ 1942 എസ്സേയായ മിത്ത് ഓഫ് സിസിഫസിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അബ്സെഡ്. അതായത് അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ സിറ്റുവേഷൻസ് മീനിങ്ലെസ് ആണ്, അബ്സെഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് പോപ്പുലറൈസ് ചെയ്തത് യുജേൻ യുനെസ്കോ അദ്ദേഹത്തിൻ്റെ പ്ലേ ആയ ദി ബൗൾ സൊപ്രാനോയിലാണ്. അതായത് ഇത് ഫസ്റ്റ് കോയിൻ ചെയ്തത് ആരാണ്? മാർട്ടിൻ എസ്ലിനാണ്. പക്ഷെ പോപ്പുലറൈസ് ചെയ്തത് യുജേൻ യുനെസ്കോ അദ്ദേഹത്തിൻ്റെ പ്ലേ ആയ ദ ബൗൾ സൊപ്രാനോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what medical term does Aristotle employ for the emotional cleansing of tragedy? കഥാസിസ്. ഈ കഥാസിസ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ തൻ്റെ പോയറ്റിക്സിലാണിത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മീനിങ് എന്ന് വെച്ചാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻ എന്നാണ്. അതായത് ഇംഗ്ലീഷിലോട്ട് ഈ കഥാസിസ് എന്ന ഒരു ഫ്രേസ് വന്നിരിക്കുന്നത് ശരീരം ശുദ്ധീകരിക്കുക, അതായത് പേർജിങ് ദ ബോഡി എന്നൊരു അർത്ഥത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who advocated for the touchstone method of criticism? മാത്യു അർണോൾഡ്. ടച്ച്സ്റ്റോൺ മെത്തേഡ് അർണോൾഡ് തൻ്റെ പോയറ്റിക് മാസ്റ്റർ പീസായ ദ സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ടച്ച്സ്റ്റോൺ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ദ റീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് പുവർ ലിറ്റററി പീസ് എന്നാണ്. അതായത് ലിറ്റററി പീസ് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളത് നമുക്ക് റീഡേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ടച്ച്സ്റ്റോൺ മെത്തേഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ഹൂ ഡിഡ് ബേക്കൻ ബോറോ ദി ജനറൽ കൺസെപ്ഷൻ ഓഫ് ദി എസ്സേ? മൊണ്ടെയ്ൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെറ്റാ ക്രിറ്റിസിസം? ക്രിറ്റിസിസം അബൌട്ട് ക്രിറ്റിസിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who defined ambiguity as a source of poetic richness rather than an oratory force? വില്യം എംസൺ. വില്യം എംസൻ്റെ 7 types of ambiguity 1930 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who introduced aestheticism into England from France? Walter Pater. Next question, Arnold summarizes the rule of English criticism in one word as disinterestedness. Next question, what is Eliot's term for the separation of thought from feeling? Dissociation of sensibility. ഈ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എലിയട്ട് ഫസ്റ്റ് യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ എസ്സേ ആയ മെറ്റാഫിസിക്കൽ പോയറ്റ്സിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡിഫൈൻ പോയട്രി ആസ് ദി റിതമിക് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി? Edgar Allan Poe. Next question, who remarked that Chaucer's verse is lame for want of half a foot and sometimes a whole one? Dryden ആണ്. Next question, what was the fatal Cleopatra to Shakespeare according to Dr. Johnson? A quibble. Quibble എന്ന് വെച്ചാൽ ഒരു പ്ലോട്ട് ഡിവൈസ് ആണ്. ഇൻറ്റൻഡഡ് മീനിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ക്യൂബിൾ. ലീഗൽ ബാർഗെയിൻസിൽ ഫാൻറ്റസിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്.
വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ മാക്ബത്തിലും ദ മെർച്ചൻ്റ് ഓഫ് വെനീസിലാണ് ക്യൂബിള് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സെഡ് നോ പോയറ്റ് നോ ആർട്ടിസ്റ്റ് ഓഫ് എനി ആർട്ട് ഹാസ് ഹിസ് കംപ്ലീറ്റ് മീനിങ് എലോൺ? T.S. എലിയട്ട് ആണ്. T.S. എലിയട്ട് അദ്ദേഹത്തിൻ്റെ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന എസ്സേയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കവർലി ബോസ്റ്റ്ഫുൾ കോമിക് ക്യാരക്ടർ ഈസ് കോൾഡ്? ബ്രഗഡോച്ചിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഓഥർ ഓഫ് അനാറ്റമി ഓഫ് ക്രിറ്റിസിസം? നോർട്ടോ ഫ്രൈ. Next question, what is trilogy? Trilogy is a group of 3 connected works. Next question, in which book does Dr. Johnson condemn the metaphysical conceit? The Life of Cowley. Next question, who called new criticism the Lemon-Squeezer school of criticism? T.S. Eliot. Next question, The Mirror and the Lamp was written by M.H. Abrams. Next question, who are the authors of the book Meaning of Meaning? I.A. Richards and C.K. Ogden. Next question, who said a good poet is made as well as born? Ben Jonson. Next question, according to Eliot, Shakespeare's Hamlet is an artistical failure because it lacks objective correlative. Next question, what is the Greek word Aristotle used for error of judgment? Hamartia. Hamartia എന്നൊരു ലിറ്റററി ഡിവൈസ് ആണ്. ക്യാരക്ടേഴ്സിൻ്റെ ട്രാജിക് അല്ലെങ്കിൽ ഓർ ഫാറ്റൽ ഫ്ലോ, മിസ്റ്റേക്ക് ഇൻ ജഡ്ജ്മെൻറ്റ്, ഡൗൺഫോൾ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാനാണ് ഹമാർട്ടിയ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ചീഫ് പ്രൊപ്പണന്റ് ഓഫ് ദ തിയറി ഡീകൺസ്ട്രക്ഷൻ? ജാക്വിസ് ഡെറിഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who said criticism is the art of interpreting art? Walter Pater. Next question, what is catastrophe? Catastrophe means the final painful event in tragedy, usually death of the hero. Next question, Eliot observes that poetry is an escape from emotion and personality. Who was the first critic in English to use comparative criticism? John Dryden. What, according to Aristotle, is the soul of tragedy? Plot. What, according to T.S. Eliot, are the chief tools of criticism? Comparison and analysis. Religious plays of the medieval periods taking non-scriptural legends for their name is called miracle plays. Name the author of the new criticism. J.C. Ransom. Who introduced the term purple patch? Horace, Roman poet and critic. Cirne's Apology for Poetry is an example of theoretical criticism. Who condemned rhyme as the invention of barbaric age? Milton. Name few exponents of new criticism. J.C. Ransom, T.S. Eliot, I.A. Richards, William Emerson, Cleanbrooks. Next question, the doctrine of heresy of paraphrase is described in the book The Well-Wrought Urn. Cleanbrooks ആണ്. 1947 collection of essays ആണിത്. ഇതിൽ 11th ചാപ്റ്ററിലാണ് ഹെറസി ഓഫ് പാരഫ്രൈസ് എൻടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. One of the critical concepts of new criticism, intentional fallacy, was formulated by Wimsatt and Beardsley in The Verbal Icon, 1946. Next question, poetry is not a turning loose of emotion but an escape from emotion. It is not the expression of personality but an escape from personality is taken from Eliot's tradition and the individual talent. 1919 ഈ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന എസ്സേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഈഗോയിസ്റ്റ് എന്ന മാഗസീനിലും അനദർ പാർട്ട് ദ സേക്രഡ് വുഡ് എന്ന അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് എസ്സേസിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലിയട്ട് കമ്പയർസ് ദ മൈൻഡ് ഓഫ് പോയറ്റ് ടു എ കാറ്റലിസ്റ്റ്. ദ ഗ്രേറ്റ് ട്രഡീഷൻ ഈസ് റിട്ടൺ ബൈ F.R. Lewis. F.R. ലിവിസ് ദ ഗ്രേറ്റ് ട്രഡീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1948.
Name the new critic who wrote the prose God Without Thunder. J.C. Ransom. Kenyan Review എന്ന ലിറ്റററി മാഗസിൻ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് J.C. Ransom ആണ്. The method which is closely associated with new criticism. Close reading. New critics are mostly concerned with the text itself. So close reading എന്ന് വെച്ചാൽ it means detailed analysis of the text. The term practical criticism is coined by I.A. Richards. Next question. Whose book has a chapter entitled as Panopticism? Michel Foucault. മിഷേൽ ഫൂക്കോ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ആൻഡ് പനിഷ് എന്ന ബുക്കിലാണ് ഈ പനോപ്റ്റിസിസം അദ്ദേഹം എൻടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. 1975 ഡിസിപ്ലിൻ ആൻഡ് പനിഷ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വെർണക്കുലർ പോം ഈസ് നോൺ ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഏർലിയസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം? ദി ഔൾ ആൻഡ് ദി നൈറ്റിംഗേൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.